കോഴിക്കോട് റൂറൽ ജില്ലയിൽ പോലീസ് കൺട്രോൾ റൂമുകൾക്ക് ക്രമസമാധാന പരിപാലനത്തിന് കൂടുതൽ വാഹനങ്ങൾ. 7 ജീപ്പുകളും 9 ബൈക്കുകളും നിരത്തിലിറങ്ങി. മലയോര മേഖലയിലെ നേരത്തെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന സ്റ്റേഷനുകൾ ഉൾപ്പെടെയാണ് വാഹനങ്ങൾ അനുവദിച്ചത്. പയ്യോളി, കൊയിലാണ്ടി, എടച്ചേരി, ചോമ്പാല, ബാലുശ്ശേരി, പേരാമ്പ്ര, കൊടുവള്ളി, മുക്കം, താമരശ്ശേരി സ്റ്റേഷനുകൾക്കാണ് കൺട്രോൾ റൂം ജീപ്പ് അനുവദിച്ചത്. പെട്രോളിങ്ങിന് തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, പെരുവണ്ണാമൂഴി, കൂരാച്ചുണ്ട്, താമരശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി സ്റ്റേഷനുകൾക്കാണ് ബൈക്ക് അനുവദിച്ചത്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷ് നിർവഹിച്ചു. നമ്മുടെ കോഴിക്കോട് റൂറൽ ജില്ലയ്ക്ക് പുതുതായിട്ട് അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ആണ് നടന്നത്. 17ഓളം വാഹനങ്ങൾ പുതുതായിട്ട് നമുക്ക് ജില്ലക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനുകളിലേക്കും വാഹനങ്ങൾ വരുന്നുണ്ട്. അത് നമ്മുടെ മൊത്തം ജില്ലയുടെ പെട്രോളിങ്ങിനെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് വിചാരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ വാഹനങ്ങൾ ഇനി ഓപ്പറേറ്റ് ചെയ്യും. അത് പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനപ്പെട്ട വടകര, കൊയിലാണ്ടി, ബാലുശ്ശേരി മേഖലകളിൽ പുതിയ വാഹനങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ജില്ലയുടെ പോലീസിങ്ങിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുമെന്ന് വിചാരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.